പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. മണിവില്ലിൻ നിറമുണ്ടോ മഞ്ഞോളം കുളിരുണ്ടോ ഒരു വട്ടം കൂടി ചൊല്ലാമോ? ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളിപ്പോൾ പ്രിവ്യൂവിൽ കാണുന്ന ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി സ്റ്റാറ്റസ് വീഡിയോ നമുക്ക് എങ്ങനെ കൈൻമാസ്റ്റർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഓളെന്ന ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെയ്യാൻ വേണ്ടി നിങ്ങൾ കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിനു ശേഷം മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് 16:9 റേഷ്യോ സെലക്ട് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ നേരെ നിങ്ങളുടെ ഗാലറിയിലോട്ടായിരിക്കും പോകുന്നത്. അവിടുന്ന് ഇമേജ് അസറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഈ ഒരു കറുപ്പ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഇൻറ്റു മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അത്ര ആക്കി കൊടുക്കുക. ഞാനിവിടെ 30 സെക്കൻഡ് ആണ് വെക്കുന്നത്. നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ഇമേജ് ആഡ് ചെയ്യും. അതിനെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം ലെയർ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ബാക്ക് വരും. ബാക്ക് വന്നതിന് ശേഷം 2 വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് ഈ ഒരു രീതിയിൽ സ്ക്രീനിൽ ഫില്ലായി വെച്ച് കൊടുക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്ക്രീനിൽ ഫില്ലായി വെച്ച് കൊടുക്കുക. ഈ ഒരു ഇമേജിന്റെ ഡ്യൂറേഷൻ നിങ്ങൾ ഇവിടെ നിന്ന് 30 സെക്കൻഡ് ആയി കൊടുക്കുക. അവിടുന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്തതിനു ശേഷം ഇതേപോലെ ഡ്രാഗ് ചെയ്ത് ഒരു 30 സെക്കൻഡ് ആയി കൊടുക്കുക. ഇതേപോലെ 30 സെക്കൻഡ് ആയി കൊടുത്തതിന് ശേഷം അവിടുന്ന് റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ആ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒപ്പാസിറ്റി ഒരു 38 ആയി കൊടുക്കുക. ഇതേപോലെ കുറച്ച് 38 ആയി കൊടുക്കുക. ആക്കി കൊടുത്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം ലെയർ സെലക്ട് ചെയ്യുക, എഫക്റ്റ് സെലക്ട് ചെയ്യുക, ബേസിക് എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതിനകത്ത് ആദ്യം കാണുന്ന ഒരു ബ്ലർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും അവിടുന്ന് ഒരു ബ്ലർ സെലക്ട് ചെയ്തതിന് ശേഷം 2 വിരലുകൊണ്ട് സ്ക്രോൾ ചെയ്ത് സ്ക്രീനിൽ ഫില്ലായി വെച്ച് കൊടുക്കുക. ശേഷം അതിൻ്റെ ഡ്യൂറേഷനും 30 സെക്കൻഡ് ആയി കൊടുക്കുക. ഇതേപോലെ തന്നെ കൂട്ടി അതിൻ്റെ ഡ്യൂറേഷനും നിങ്ങൾ ഇവിടുന്ന് 30 സെക്കൻഡ് ആയി കൊടുക്കുക. ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഒരു ടെംപ്ലേറ്റ് വീഡിയോ ആഡ് ചെയ്യണം. അതിനായി നിങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം ആ ലെയർ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ടെംപ്ലേറ്റ് വീഡിയോ ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത് സ്പ്ലിറ്റ് സ്ക്രീൻ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം അതിനകത്ത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഫുൾ സ്ക്രീൻ ആവുന്നതായിരിക്കും. ശേഷം അവിടുന്ന് ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡിങ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് ഒരു ബ്ലെൻഡിങ് സെലക്ട് ചെയ്യുക. അതിനകത്ത് സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ക്രീൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു എഫക്റ്റ് അവിടെ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യണം. എല്ലാ ലെയറിൻ്റെയും ഡ്യൂറേഷൻ നമുക്ക് 30 സെക്കൻഡ് ആക്കണം. അതിനായി നിങ്ങൾ ഇവിടുന്ന് ആദ്യം കൊടുത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ടല്ലോ ആ കറുപ്പ്, അതിൻ്റെ അവസാനം വരിക. അവസാനം വന്നതിന് ശേഷം അതിൻ്റെ താഴെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്ന് കാണുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് രണ്ടാമത്തെ ട്രിം റൈറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അത്ര റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടുന്ന് ടെംപ്ലേറ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. ശേഷം ട്രിം ആൻഡ് സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ട്രിം റൈറ്റ് കൊടുക്കുക. അപ്പോൾ അതും അത്രയും റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. ശേഷം അവിടുന്ന് ഒരു ബ്ലറിൻ്റെ എഫക്റ്റ് സെലക്ട് ചെയ്യുക. അതും ഇതേപോലെ ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടുന്ന് അത് സെലക്ട് ചെയ്യുക. ശേഷം ഈ ട്രിം റൈറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രയും റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. ഇനി ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യണം. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുൾക്കാണ് ഈ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് സേവ് ആസ് വീഡിയോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. അപ്പോൾ അതിന് ശേഷം വീണ്ടും കൈൻമാസ്റ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിൽ കാണുന്ന ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് 16:9 റേഷ്യോ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കും. നേരെ നിങ്ങളുടെ ഗാലറിയിലോട്ടായിരിക്കും പോകുന്നത്. അവിടുന്ന് ഇമേജ് അസറ്റ് സെലക്ട് ചെയ്യുക. ശേഷം ഒരു കറുപ്പ് ബാക്ക്ഗ്രൗണ്ട് ഇതേപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. പക്ഷെ അതിൻ്റെ ഡ്യൂറേഷനും നിങ്ങൾ ഇതേപോലെ തന്നെ കൂട്ടി 30 സെക്കൻഡ് ആയി കൊടുക്കുക. അതിൻ്റെ ഡ്യൂറേഷനും കൂട്ടി 30 സെക്കൻഡ് ആയി കൊടുത്തതിന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. സ്റ്റാർട്ടിങ്ങിലോട്ട് വന്നതിന് ശേഷം ഇവിടുന്ന് ലെയർ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട്. ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു വീഡിയോ ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക.
ശേഷം നമ്മൾ ഇപ്പോൾ സേവ് ചെയ്ത ഒരു വീഡിയോ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇപ്പോൾ സേവ് ചെയ്ത ഒരു വീഡിയോ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ റൈറ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പ്ലിറ്റ് സ്ക്രീൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതിനാൽ സ്പ്ലിറ്റ് സ്ക്രീൻ സെലക്ട് ചെയ്യുക. ശേഷം അതിനകത്ത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വീണ്ടും ആ ടെംപ്ലേറ്റ് വീഡിയോ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡ് ഒരുപാട് ഓപ്ഷൻ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രോമാക്കി എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ശേഷം അതിൻ്റെ കീ കളർ നിങ്ങൾ ഗ്രീൻ ആയി കൊടുക്കുക. ഇതിൻ്റെ ഒരു കീ കളർ നിങ്ങൾ ഗ്രീൻ ആയി കൊടുത്തതിന് ശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് അവിടെ ഒരു ഗ്രീൻ കളർ കാണാൻ വേണ്ടി സാധിക്കും. അത് മാറ്റാൻ വേണ്ടി ഈ ഒരു രണ്ട് ഓപ്ഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറുന്നതായിരിക്കും. ഇതേപോലെ ഈ ഒരു രണ്ട് ഓപ്ഷൻ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടെ 43 50 ആണ് കൊടുത്ത ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഗ്രീൻ കളർ മാറിയെന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വരുന്ന ഇമേജസ് ആഡ് ചെയ്യും. പിന്നെ സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം അവിടെ നിന്ന് ലെയർ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ലെഫ്റ്റുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ശേഷം ഈ ഒരു ഷേപ്പിനുള്ളിൽ വരുന്ന പോലെ ഒരു ഇമേജ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഇതേപോലെ ഒന്ന് സൂം ചെയ്ത് നിങ്ങൾ അതിനുള്ളിൽ വരുന്ന പോലെ ഈ ഒരു രീതിയിലൊന്ന് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം പുറത്തൊന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം അത് വന്നിട്ടായൊരു പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ഇതേപോലെ വന്നിട്ടായൊരു പോകുന്ന ഭാഗത്ത് വെച്ചത് കട്ട് ചെയ്ത് കളയണം. അതായത് ഇവിടെ വെച്ചാണ് പോകുന്നത്. അതിനെ അവിടെ വെച്ചതിന് ശേഷം അവിടെ നിന്ന് ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു കത്രികയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രിം റൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രയും ഫാർ റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. ഇതേപോലെ നമുക്ക് അടുത്ത ഇമേജ് ആഡ് ചെയ്യും. അത് ആഡ് ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്യുക, മീഡിയ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജസ് ഏത് ഫോൾഡറിലാണ് നടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന രണ്ടാമത്തെ ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക. ശേഷം ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ആ ഒരു ഇമേജ് നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ ആ ഒരു ഷേപ്പിനുള്ളിൽ വരുന്ന പോലെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് സൂം ചെയ്ത് ആ ഒരു ഷേപ്പിനുള്ളിൽ വരുന്ന പോലെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ വന്നിട്ട് ആ ഒരു ഷേപ്പ് വന്നിട്ട് ആ ഒരു പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു പോകുന്ന ഭാഗത്ത് കറക്റ്റ് വെച്ചതിന് ശേഷം അവിടുന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്യുക. ശേഷം ആ ഒരു കത്രികയുടെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം അവിടുന്ന് ട്രിം റൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം റൈറ്റിലോട്ട് കട്ട് ആയി പോകുന്നതായിരിക്കും. ഈ ഒരു മെത്തേഡ് തന്നെ അവസാനം വരെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരെണ്ണം കൂടെ കാണിച്ചു തരും. ഇതേപോലെ ലെയർ സെലക്ട് ചെയ്യുക. ശേഷം മീഡിയ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടുന്ന ഇമേജ് ഏത് ഫോൾഡറിലാണോ നടക്കുന്നത് അവിടുന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ഇമേജ് അവിടെ നിന്ന് സെലക്ട് ചെയ്യും. ശേഷം ഇവിടെ നിന്ന് ബാക്ക് വരിക. ബാക്ക് വന്നതിന് ശേഷം ലെഫ്റ്റിലുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് സെൻഡ് ടു ബാക്ക് കൊടുക്കുക. ബാക്ക് കൊടുത്തതിന് ശേഷം ആ ഒരു ഇമേജ് ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ഷേപ്പിനുള്ളിൽ വരുന്ന പോലെ ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. ഈ ഒരു രീതിയിൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം അത് വന്നിട്ട് ആ ഒരു പോകുന്ന ഭാഗം ഉണ്ടല്ലോ, ഒരു ഷേപ്പ് ഇതേപോലെ വന്നിട്ട് ആ ഒരു പോകുന്ന ഭാഗം അവിടം വരെയാണ് ഇവിടെ വെച്ചാണ് പോകുന്നത്. അതിനായി അവിടെ നിന്ന് ആ ഒരു ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം ആ ട്രിം ആൻഡ് സ്പ്ലിറ്റ് എന്നുള്ള സെലക്ട് ചെയ്യും. ശേഷം അതിനകത്ത് ട്രിം റൈറ്റ് സെലക്ട് ചെയ്യും. അപ്പോൾ അത്രയും ഭാഗം റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങൾ അവസാനം വരെ ഇമേജസ് ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം വരെ ഇമേജ് ആഡ് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇവിടുന്ന് സോങ് ആഡ് ചെയ്യും. ഇതിന് സ്റ്റാർട്ടിങ്ങിലോട്ട് വരിക. വന്നതിന് ശേഷം അവിടെ നിന്ന് ഓഡിയോ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് താഴെയായിട്ട് ഫോൾഡേഴ്സ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നിന്ന് ഒരു ഫോൾഡേഴ്സ് സെലക്ട് ചെയ്യും. നിങ്ങളുടെ ഏത് ഫോൾഡറിലാണോ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സോങ് കിടക്കുന്നത് അവിടെ നിന്ന് ഒരു ഫോൾഡർ സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു സോങ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ അവിടം വരെ ഉണ്ട് അവിടം വരെ ആക്കി കൊടുക്കുക. ആ സോങ് അവസാനം വന്നതിന് ശേഷം അവിടെ നിന്ന് ഒരു സോങ് സെലക്ട് ചെയ്യുക. ശേഷം ആ ട്രിം ആൻഡ് സ്പ്ലിറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ട്രിം റൈറ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത്രയും ആ റൈറ്റിലോട്ട് കട്ടായി പോകുന്നതായിരിക്കും. ഇത്രയും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നമുക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യും. സേവ് ചെയ്യാനായിട്ട് റൈറ്റ് സൈഡ് മുക്കാണെങ്കിൽ ഒരു ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്യും. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസൊല്യൂഷൻ കൊടുത്തുകൊണ്ട് സേവ് ആസ് വീഡിയോ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഗാലറിയിലോട്ട് സേവ് ആവുന്നതായിരിക്കും. എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.